നമസ്കാരം. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. വലിയ കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നുമില്ല. എൻ്റെ ജെനുവിൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതേപോലൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഒരു സുഹൃത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, ചേട്ടാ പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോസും ഇല്ലല്ലോ, എന്താണ് ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രം, എന്ത് ചെയ്യാനായിട്ടാണ് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുന്ന സമയത്ത് അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പറയേണ്ടി വരുന്നു. ഈ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത മമ്മൂട്ടിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ പോലും അത്തരത്തിലൊരു വീഡിയോ ആയി പോയി എന്നുള്ളത് ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് റിസർച്ച് ചെയ്യാനായിട്ടില്ല, ഒന്നും ഷെയർ ചെയ്യാനായിട്ടില്ല. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാൻ പാകത്തിലേക്ക് നമ്മുടെ മനസ്സ് പോലും ഒരുങ്ങത്തില്ല. അങ്ങനെ ആകെ മൊത്തം ചടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ആ അവസ്ഥ പോരാത്തതിന് ഒരു പനി കൂടെ അങ്ങോട്ട് പിടിച്ചു. ഒരു വ്യത്യസ്തമായിട്ടുള്ള പനി, ഭീകരമായിട്ടുള്ള വിശപ്പ്, ഒടുക്കത്തെ ക്രേവിങ്സ്, കണ്ടതൊക്കെ വാങ്ങി തിന്നാനായിട്ട് തോന്നും. അതേപോലെ ഇത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് പിടിക്കപ്പെടുന്നത് എന്നുള്ളത് അറിയത്തില്ല. ചില സമയത്ത് ചെവിക്കൊരു പിടുത്തമാണ്, ചില സമയത്ത് മൂക്കിലൊരു പിടുത്തമാണ്, ചില സമയത്ത് തലയ്ക്കാണ് കിക്ക്. എന്നാൽ ഉറങ്ങാനോ ക്ഷീണമോ അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. എന്തെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചാലോ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാലോ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ പണിയൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ മന്ദവസ്ഥയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഇതേ അവസ്ഥയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ആ സമയത്താണ് ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതൊരു വലിയ ഭീകരമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കലാണ്. കാരണം ചാനലിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടമില്ല. പക്ഷേ എനിക്കൊരു ചേഞ്ച് വേണം. ബിഗ് ബോസ് പോലെ ഒരു പരിപാടിയൊക്കെ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര മോശം പരിപാടി എന്നുള്ള നല്ല ചീത്തപ്പേരുള്ള സമയമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാനായിട്ട് പോയി. ബിഗ് ബോസ് കണ്ടു തുടങ്ങി. ബിഗ് ബോസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. എനിക്ക് വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്തു. കാരണം ഒന്നുമില്ലാത്ത വെറും എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ച് സ്ട്രെസ്സും ടെൻഷനും ഒന്നുമില്ല. ഞാൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ആളുകളോട് പറയുന്നു, അവർ അതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടുന്നു. ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കുറേയധികം ദിവസങ്ങൾ. ഇതിൻ്റെ കൂടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തെ വ്യക്തിത്വത്തെ അടുത്തെറിഞ്ഞത് ആ ഒരു ഷോയിൽ കൂടെയാണ്. എന്താണ് ലാലേട്ടൻ, എങ്ങനെയാണ് ലാലേട്ടൻ എന്നുള്ളത് കറക്റ്റായിട്ട് ആ ഒരു ഷോ കാണുന്ന സമയത്ത് അത് കാണുന്ന ആളുകൾക്കറിയാം. അത് കാണുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് ലാലേട്ടനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുകയാണ്. വീക്കെൻഡ് എപ്പിസോഡ് വരാനായിട്ട് കാത്തിരിക്കും. കാരണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ബിഗ് ബോസ് കാണുന്ന സമയത്ത് അതാണ് വലിയ പ്രശ്നങ്ങൾ. അതൊക്കെ തീർപ്പ് കൽപ്പിക്കാനായിട്ട് ലാലേട്ടൻ വരും. ബിഗ് ബോസ് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടനാണ്, കുടുംബത്തിൻ്റെ നാഥനാണ്. ഈ കാണുന്ന പ്രേക്ഷകർക്കും അദ്ദേഹം ഒരു വലിയേട്ടനാണ്. പിള്ളേരെ വഴക്ക് പറയാനായിട്ട് വരുന്ന ഒരു മൂത്ത കാരണവരെ പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ അത് കാണുമ്പോഴത്തേന് അതിനകത്ത് അഡിക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. റിവ്യൂ ചെയ്യുന്ന നമുക്ക് വളരെ ലാഭകരമായിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കൈ പോവോ കാല് പോവോ വാമൂടി കെട്ടുവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുമ്പോഴത്തേന് ഭയങ്കര രസമാണ്. പിന്നെ അത് ടോക്സിക് ആയിട്ട് ഡീൽ ചെയ്യുന്ന റിവ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഫാൻസും ഉണ്ട്. അതിപ്പോൾ ഏതൊരു കാര്യത്തിനും ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ടല്ലോ. പറഞ്ഞു വന്നപ്പോൾ ഒത്തിരി അങ്ങ് നീണ്ടുപോയി. ഇതെല്ലാം കൂടെ എൻ്റെ മൈൻഡിലേക്ക് വന്നത് വൈകിട്ട് ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്താണ്. മലയക്കോട്ടെ മാലുവിൻ്റെ റിലീസിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രൊമോഷൻ ഇൻ്റർവ്യൂ മനോരമ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂവർ നല്ല കിഡിലനായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ നല്ല നൈസായിട്ട് ആ ഒരു കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ലാലേട്ടനെ കുറിച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കേട്ട സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. ഈ ജീവിതത്തെ കാര്യങ്ങളെ സിമ്പിളായിട്ട് നൈസായിട്ട് എങ്ങനെ സമീപിക്കാം, ആസ്വദിക്കാം എന്നുള്ളതാണ് ലാലേട്ടൻ്റെ അടുത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സംഭവം. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഓഡിയോ ആയിട്ട് കേൾപ്പിക്കാം. അല്ലെങ്കിൽ മനോരമ ഓൺലൈൻകാർ എന്നെ പിടിച്ച് കോപ്പിറൈറ്റ് അടിച്ച് ഓടിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. സാഗരങ്ങളിൽ നിന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് തുടങ്ങി 1 മിനിറ്റ് 8 സെക്കൻഡ് ആകുമ്പോൾ അതിലൊരു ഷോട്ട് ഉണ്ടല്ലോ, ഗീത ഇങ്ങനെ പാട്ട് കേൾക്കണേ. അപ്പൊ ബാക്കിലിരിക്കുന്ന ലാലേട്ടൻ ശരിക്കും അങ്ങനെ വലിയൊരു ശ്രദ്ധയുള്ള ഒരു ഭാഗമല്ലല്ലോ. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഒരു കാലുകൊണ്ട് താളടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് അത്തരം ഷോട്ടുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പാട്ട് നമ്മള് അത് ആ പാട്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആ പാട്ടിടുമ്പോൾ ആ ഇമോഷനിൽ അവിടെ ഇരിക്കുന്ന ഒരാൾ, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ താളം പിടിക്കുന്നതിൽ തെറ്റില്ല. അതറിയാതെ സംഭവിക്കാന്നാണ്. പലരും ചിലപ്പോൾ താളം പിടിക്കില്ല. പക്ഷെ ഞാനൊരു പാട്ട് കേട്ടാൽ അറിയാതെ താളം പിടിക്കുന്ന ഒരാളാണ്. അതിന്റെ പിന്നെ ആ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു ഡയറക്ടർക്ക് ഒരിക്കലും വന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾ ആ കാല് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാം അത് വളരെ നന്നായിരുന്നു. അപ്പൊ ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അതൊരു ബ്ലെസ്സിംഗ് ആണ്. അതെങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലാലേട്ടൻ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ചിട്ട് യൂട്യൂബിൽ ധാരാളം വീഡിയോസ് കിടപ്പുണ്ട്. അതിൽ അദ്ദേഹം ഓരോ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കണം. അതേപോലെ ഈ ഒരു ചോദ്യത്തിനകത്ത് നിങ്ങൾ കേട്ടല്ലോ, ആ ഒരു പാട്ട് സീനിൽ മോഹൻലാൽ എന്ന നടൻ താളം പിടിക്കുന്നുണ്ട്. അപ്പോൾ
ഒരു സിനിമ ഷൂട്ടിംഗ് ആണ്, എന്നാൽ അത് ഉൾക്കൊണ്ട് കാലുകളും നഖങ്ങളും പോലും അഭിനയിക്കുന്നു എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അവിടെ ചെയ്തു. ഞാൻ ഇതിലും അസാധ്യമായിട്ടുള്ള ഒരു രംഗം പല ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ള ഒരു രംഗം കണ്ടിട്ടുള്ളത് കിരീടത്തിൻ്റെ ക്ലൈമാക്സിലാണ്. ലാലേട്ടൻ കത്തിയായിട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും നോക്കുന്നു, അതിൻ്റെ കൂടെ അദ്ദേഹം ചവയ്ക്കുന്ന ഒരു എക്സ്പ്രഷൻ, ചവയ്ക്കുന്ന ഒരു ആക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വണ്ടറടിച്ചത് കണ്ടിട്ട് എന്തായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചു. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം KLF-ൻ്റെ വേദിയാണെന്ന് തോന്നുന്നു, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അറിയാതെ അന്ന് ചെയ്തതാണ്, പക്ഷെ പിന്നീട് മനസ്സിലാക്കിയത് അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട്, അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞു. അറിയാതെ ഒരു കഥാപാത്രത്തിലേക്ക് പോയ സമയത്ത് ജെനുവിനായിട്ട് ഒറിജിനലായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന ഒരു കാര്യമാണത്. അതാണ് ഈ പറയുന്ന ബോൺ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവം. അങ്ങനെ എന്തെങ്കിലും ലാലേട്ടന് പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാൻ തന്നെ ചെയ്തത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വളരെ ചില സിനിമ ഇപ്പൊ വാനപ്രസ്ഥമായാലും അല്ലെങ്കിൽ ഒരു പക്ഷെ എന്റെ സംസ്കൃത നാടകം അല്ലെങ്കിൽ ഇപ്പൊ കഥയാട്ടം അല്ലെങ്കിൽ എത്രയോ സിനിമകൾ കിരീടം അല്ലെങ്കിൽ ഒരു പക്ഷെ വാലിബൻ കണ്ടാലും നമുക്ക് തോന്നാം. അതുപോലെ ഒരുപാട് സിനിമകൾ ഇപ്പൊ മരിക്കാറായാലോ അല്ലെങ്കിൽ കലാപ്പനിയായാലോ തന്മാത്രയായാലോ പ്രണയമായാലും ഒരുപാട് സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാം, മൈ ഗോഡ് ഞാനാണോ ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം ഞാനല്ല എന്നാണ്, വേറെ ആരുമാണ്. അതൊരു നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു എനർജി ആയിരിക്കും. അങ്ങനെയാണല്ലോ എപ്പോഴും ഒരു സർജറി ആയാലും ഒരു ഫുട്ബോൾ പ്ലെയർ ആയാലും എവിടെയായാലും നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ആരും ചെയ്യിക്കുന്നു നല്ല വിശ്വാസം ജീവിക്കുന്ന ആളാണ്. ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ, ഒരു നടൻ എന്നുള്ള നിലയിൽ മോഹൻലാലിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പോട്ടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന സമയത്തും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഭവമുണ്ട്. ഈ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യുക, ആസ്വദിച്ച് ചെയ്യുക. ഒരു ആസ്വാദനമാണ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാത്തിനോടും ഒരു ആസ്വാദനമാണ്. അത് പ്രണയത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ സ്ട്രെസ്സ്, അദ്ദേഹം കാരണം ഒരു സ്ട്രെസ്സ് മറ്റൊരാൾക്കുണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം ആസ്വദിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വിമർശനം പറഞ്ഞാലും അദ്ദേഹം അതിനെ ആസ്വദിച്ചൊരു മറുപടി കൊടുക്കുന്ന പോലെയാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. ഇടയ്ക്ക് 1-2 സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ ആളുകൾ കലോത്സരം ഉണ്ടാക്കി. എന്നാൽ അതിനെയും അദ്ദേഹം, അതുപോലെയുള്ള വിമർശനങ്ങളെയും അദ്ദേഹം വളരെ ആസ്വദിച്ച് തന്നെ നേരിട്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തന്മാത്ര കാണുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം ആസ്വദിച്ചാണ് ഒരു കഥാപാത്രം ചെയ്യുന്നത്. അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ആ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് അങ്ങ് ആഘോഷിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യുകയാണ്. അയാൾ കഥ എഴുതുകയാണ്. ആഘോഷ തിമിർപ്പാണ് ആ ഒരു ചിത്രത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ കൂടെയാണ് അദ്ദേഹം പോകുന്നത്. ആദ്യഘട്ടത്തിൽ വരുന്ന സാഗർ കോട്ടപ്പുറം, ആ ഒരു സിനിമയിൽ 3 ഫേസിലുള്ള ക്യാരക്ടറിനെ അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 3 കഥാപാത്രങ്ങൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമാണ്. 43 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇനി എനിക്ക് അന്ന് മുതൽ എത്രയോ ജനറേഷനിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി എന്റെ കൂടെ ഫോട്ടോ എടുത്തത്, അവരുടെ മകള് 10ാം ക്ലാസ്സിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭാഗ്യമാണ്. അതുകൊണ്ട് ആ സമയം മാറിയാണ്. അന്നത്തെ പോലെയല്ല, അന്നത്തെ പോലെ ഒരു ജേർണലിസം അല്ല, അന്നത്തെ പോലെയുള്ള സിനിമകളല്ല, എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരു പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല, അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ഞാനിപ്പോ ഗുരുവായൂർ കല്യാണത്തിന് പോയി, ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് ഇതാക്കാൻ പറ്റില്ല, പേടിയാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് കൊണ്ടുപോകുന്ന ആൾക്കാർ. അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരായിട്ട് നമ്മളെ സമ്മതിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ, ഇപ്പൊ ഹരീഷ് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല പണ്ട് മുതലേ. അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ നമ്മളും ഒരു മനുഷ്യനാണ്, നമുക്ക് ഒരുപാട് മൂഡുകൾ ഉണ്ടാകാം, സൗകര്യങ്ങൾ ഉണ്ടാകാം, അസൗകര്യങ്ങൾ ഉണ്ടാകാം. അതിനനുസരിച്ചുള്ള ഒരു റിഫ്ലക്സ് ആണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാൾക്ക് ഷേക്കാൻ്റെ കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ടെൻഷനാണ്, ചിലപ്പോൾ എന്തെങ്കിലും ആയാൽ അതിൻ്റെ ഉള്ളിൽ കൈ വെക്കാം. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവർക്കാണ്. അതാണല്ലോ ഇപ്പൊ പല വലിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ ഉള്ള ആൾക്കാർ പ്രൊട്ടക്റ്റീവ് നടക്കുന്ന എന്താണ്, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പൊ അതിനുള്ള ഒരു ഭയം, ഒരു സ്നേഹത്തിലുള്ള ഒരു ഭയം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും എന്നിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. അപ്പോഴാണല്ലോ കുഴപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ അനുസരിക്കുന്നു, അല്ലാതെ നിങ്ങളെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അപ്സെറ്റ് ആവും. അപ്പൊ എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോയ ലാലേട്ടൻ ആരാധകരോട് സംബന്ധിച്ചില്ല, ഗ്ലാസ് താഴ്ത്തിയില്ല എന്നൊക്കെയുള്ള ചില പരാതികൾ, ചില വിമർശനങ്ങൾ, രോഷപ്രകടനങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ്. ലാലേട്ടനെ കുറിച്ചിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ആരാണ് പറഞ്ഞത്? മുകേഷ് എന്ന് പറയുന്ന നടനാണോ പറഞ്ഞത്, അതോ രഞ്ജിത്താണോ പറഞ്ഞത്? ലാലേട്ടൻ ഷൈ ആണ്. അത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഷൈ ആണ്, ഇൻട്രോവേർട്ടാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ MV ഗോവിന്ദൻ കുറച്ച് മുൻപ് ഒരു വാർത്തയുടെ തമ്പനിയിൽ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചിത്ര ശോഭനയൊക്കെ പൊതുസ്വത്താണ്. കലാകാരന്മാർ പൊതുസ്വത്താണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കലാകാരന്മാർ അവരുടെ കലാമേഖലയുമായി ബന്ധപ്പെട്ട് ആ ഒരു ആസ്വാദകർക്കിടയിലെ മനുഷ്യന്മാരാണ്. അപ്പോൾ അവരെ നമ്മൾ പൊതു സ്വത്തായിട്ടൊക്കെ നമ്മളുടെ ഒരു ഐക്കണായിട്ടൊക്കെ മുന്നിലേക്ക് പിടിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഈ ലോകത്തിലുള്ള സ്വൈര്യവിഹാരം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കുറേയധികം ഭംഗം വരാറുണ്ട്. നമ്മൾക്ക് ഒരു വിവാഹം പോയി ആസ്വദിച്ച് പങ്കെടുക്കുന്നത് പോലെയാണോ, നമ്മളൊരു സ്ഥലത്ത് പോയി ആസ്വദിച്ച് പങ്കെടുക്കുന്നത് പോലെയാണോ ലാലേട്ടനെ പോലെയുള്ളൊരു വ്യക്തി, അതും അദ്ദേഹം തന്നെ ഷൈയ എന്ന് പറയുന്ന, അദ്ദേഹം തന്നെ ഇൻട്രോവേർട്ടാണ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയൊക്കെ ഒരു വിവാഹത്തിൽ പോയി പങ്കെടുക്കുന്നത്? അത്രയധികം ക്യാമറകൾ, പുറകെ വരുന്ന ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, ഒരു പരിപാടിക്ക് പോയിട്ട് വന്നാൽ പോലും പിന്തുടർന്നെത്തുന്ന കുറേയധികം നെഗറ്റിവിറ്റികൾ, അവരെന്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പ്രേക്ഷകരും സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഒരു സെൽഫിയാണ്, പക്ഷേ അദ്ദേഹത്തിന് 100 സെൽഫി എടുക്കാൻ വരുന്ന ആളുകളെ പേടിച്ചിട്ടുള്ള ഒരു നടപ്പാണ്. ആ ഒരു നടപ്പിലേക്കാണ് നമ്മൾ ഓടി ചെല്ലുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കാറില്ല ചില സാഹചര്യങ്ങളിൽ, അവിടെ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവാതിരുന്നെങ്കിൽ വളരെ സുഖമായിട്ട് പോകാമായിരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ചിന്തയുമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ലാലേട്ടൻ്റെ മുന്നിലേക്കാണ് നമ്മളൊരു ക്യാമറയായിട്ട് ഓടി ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈവസിയെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില ആക്ടിവിറ്റികൾ നമ്മൾ കാണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ശരിക്കും പ്രേക്ഷകർക്കെങ്കിലും തോന്നേണ്ടതാണ്. അദ്ദേഹത്തെ ഈ ഗ്ലാസ് താഴ്ത്തി കാണേണ്ട ആവശ്യം എന്താണ്? നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യനെ തൊട്ടടുത്ത് കാണുന്ന ഒരു സുഖത്തിൽ അങ്ങോട്ട് ഇരുന്നാൽ പോരെ, ഒരു മനുഷ്യനല്ലേ. പണ്ടത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയി. പാസ് മീൻസ് ബക്കറ്റ് ഓഫ് ആഷസ് എന്നാണ്. എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ നാളെ ഇതേ ചോദ്യം എന്റെ ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിലായിരിക്കും പറയുന്നത്. ഇപ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. എനിക്കറിയില്ലല്ലോ ലക്ഷ്മി എന്താ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനല്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് അപ്പൊ തോന്നിയത് അതാണ്. ഇതുവരെ നാളെ ഈ സിനിമയെ കുറിച്ച് മോശം പറയാനുള്ളതല്ല, ഇപ്പൊ പറയുന്നതാണ് സത്യം. എങ്കിൽ ഞാനൊരു സ്കീംഡ് ആയിട്ടോ പ്ലാൻഡ് ആയിട്ടോ ജീവിക്കുന്ന ഒരാളല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പൊ ഇതിന് ആൻസറബിൾ ആകുന്ന ഒരു ജോലിയാണ് തെരഞ്ഞെടുത്തത്, അങ്ങനെ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ? ഇതിപ്പോ എന്റെ ഇഷ്ടമല്ലേ മറുപടി പറയാനുള്ളത്, എനിക്ക് വേണ്ടാതിരിക്കാം. പക്ഷേ ഇത് മറുപടി പറയാനുള്ളത് നിങ്ങളുടെ നല്ലൊരു ചോദ്യമാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. കഴിഞ്ഞിടയ്ക്ക് മോഹൻലാൽ ഒരു വേദിയിൽ എഴുതിക്കൊണ്ട് വന്ന ഒരു പ്രസംഗം നോക്കി വായിക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ആ ഒരു പ്രസംഗം പറയുന്നു, അതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നു. അത് കുറേയധികം ആളുകൾ എടുത്ത് അങ്ങോട്ട് കളിയാക്കാനായിട്ട് തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല, എന്ത് പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് ആളുകളുടെ ആ ഒരു ചിന്താഗതി. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് എഴുതിക്കൊണ്ട് വന്നു, ഒന്നും വിട്ടുപോകാതെ അവിടെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ അദ്ദേഹം നോക്കി വായിച്ചു എന്ന് പറയുന്ന വിമർശനങ്ങളാണ് ആളുകൾ ഉന്നയിച്ചത്. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ സഭയെ കയ്യിലെടുക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ളൊരു വേദി ആയിരുന്നില്ല, പറയേണ്ട കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം പക്വതയോടെ അവിടെ നോക്കി വായിച്ചത്. അങ്ങനെ ഒത്തിരിയധികം ഈ സഭ കയ്യിലെടുക്കണമെന്നോ അല്ലെങ്കിൽ ആളുകൾ കൈയടിക്കണമെന്നോ ആഗ്രഹത്തോടെ ഒരു വേദിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മോഹൻലാലിനെ തോന്നിയിട്ടില്ല. എന്നാൽ മമ്മൂട്ടി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അടിപൊളിയാണ്. അദ്ദേഹം സഭ കയ്യിലെടുക്കും, ചില വേദികളിൽ അദ്ദേഹം സ്റ്റാർ ആവും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇൻ്റർവ്യൂ ആണെങ്കിലും പ്രൊമോഷൻ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളിലേക്ക് നമ്മളുടെ അറ്റൻഷൻ പോവില്ല. കാരണം അദ്ദേഹം ഫുള്ളായിട്ട് അതിനെ അങ്ങോട്ട് ടേക്ക് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ മമ്മൂട്ടി പറഞ്ഞപ്പം അറിയാതെ പഴയ ഒരു എക്സാമ്പിൾ പറഞ്ഞു പോയി. ആ ഒരു എക്സാമ്പിൾ അത്ര വലിയ പ്രശ്നമായിട്ട് നോക്കിക്കാണേണ്ട ഒരു എക്സാമ്പിൾ അല്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കളടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊക്കെ അങ്ങനെയാണ്, ക്ലാസ്സിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് ആണത്തത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചെക്കന്മാർ അങ്ങനെ വലിക്കാറുണ്ടായിരുന്നു. സാറുമാരും കുട്ടികളും ഒക്കെ അങ്ങനെ കോളേജ് ക്യാമ്പസിൽ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ സൗഹൃദം പങ്കുവെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയ ഒരു ഓർമ്മയാണ്. പക്ഷേ അദ്ദേഹം പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് അറിയാതെ അത് പറഞ്ഞു പോയി. കുറേയധികം ആളുകൾ അത് വലിയ വിമർശനമാക്കി. അതാണ് ഈ രണ്ട് സിറ്റുവേഷനും തമ്മിലുള്ള ഒരു പ്രശ്നം. മോഹൻലാൽ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് ഇഷ്ടംപോലെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിട്ട് ഇപ്പോൾ അത്തരത്തിലുള്ള വേദികളിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാറിയ കാലഘട്ടത്തിനോടുള്ള ഒരു സമീപനമാണ്, ഒരു പക്വതയാണ്. ഞാൻ അതിനെ ആ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. എനിക്ക് പലപ്പോഴും ബഹുമാനം തോന്നാറുണ്ട്. ഈ മാറ്റത്തിന് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഓരോ കാലത്തും ആ കാലത്തിന്റെ ഒരു ശരിയുണ്ട്. ആ കാലത്തിന്റെ ശരി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അടുത്ത കാലത്തിലേക്ക് പോകുന്നത്. അത് ഒരാള് ആദ്യം ഉൾക്കൊള്ളുന്നത് ഒരാൾ ഒരു കൂട്ടമായിരിക്കും. പിന്നെ അത് പതുക്കെ സ്പ്രെഡായി എല്ലാവരും. നമ്മളിപ്പോ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന സ്ത്രീ വിരുദ്ധത പോലൊരു കാര്യം. മുമ്പ് ഒരു 10 years ബാക്കോ 20 years ബാക്കോ ആൾക്കാർ സംസാരിച്ചത് പോലെ അല്ലല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ ഇനി 10 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പാടില്ല. സോ അപ്പൊ അത് ഓരോ പീരീഡിലും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്ത മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാരുടെ ഐഡിയ ഒരു കാര്യത്തെ പറ്റിയുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കും.
പിന്നെ ഈ സിനിമയെ കുറിച്ച് എങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല, കാര്യം ഇതിനൊരു താരവും ദേശമില്ലാത്ത സിനിമ. അപ്പൊ എങ്ങനെ വേണേലും പാടാം, എങ്ങനെ വേണേലും ആടാം. LJP ഒരു ഗംഭീര പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ നമുക്ക് ആദ്യ കാഴ്ചയിൽ എന്താണ് എന്നൊക്കെ തോന്നിയാലും പിന്നീട് അതിൻ്റെ ഓരോ ലേയേഴ്സ് നമ്മളിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഏത് റേഞ്ചിലാണ് പുള്ളി ആലോചിച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോൾ LJP പടങ്ങൾ ആദ്യ ദിനം തന്നെ പോയി കണ്ട് റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. കാരണം നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ള ആളുകൾ അതിൻ്റെ ലെയറുകളെ നോക്കി മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെയൊക്കെ നേരെ കൊണ്ട് LJP പടങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് കണക്റ്റ് ആവില്ല. കുറേയധികം ആളുകൾ അത്തരത്തിലൊക്കെ ഒരിടയ്ക്ക് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, LJP വേറെ ഒരു യൂണിവേഴ്സാണ് സിനിമയ്ക്കകത്തുണ്ടാക്കുന്നത്. അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, ഇപ്പോൾ ചുരുളിക്കകത്ത് കാണുന്നത് പോലെ ഒരു പാലത്തിനപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. അത് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ നിയമങ്ങളില്ല, സദാചാരങ്ങളുടെ മറ്റേ നിയമാവലികളില്ല. അത് അവരുടെ ഒരു ലോകമാണ്. അതങ്ങനെയുള്ള ആളുകൾക്കിടയിലുള്ള സംസാരമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന സാധനങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. അത് പുള്ളിയുടെ ഏത് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ ഇടയിലുള്ള ഒരു സംഭവമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അമ്മേനെടുത്ത് നോക്കിയാലും ഇനിയിപ്പോൾ വരുന്ന മലയക്കോട്ടെ വാലിബൻ അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കാലദേശങ്ങളുമായിട്ടൊന്നും കണക്ഷൻ ഇല്ലാത്തൊരു സിനിമയാണ് എന്നുള്ളത്. അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ഞാൻ ചെയ്യാത്തത് അത് കണ്ട സമയത്ത് അങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.